നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല മേഖലകളിലും പല ഘട്ടങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്തവൻ പിതാവാണ്, മറ്റൊരു ഭാഗത്ത് സഹോദരനാണ്, മറ്റൊരു ഭാഗത്തവൻ മകനാണ് എന്ന് വേണ്ട പല റോളുകളും അവനിവിടെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയാണ്, മാതാവാണ്, സഹോദരിയാണ്, ഉമ്മയാണ്, ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഉമ്മയാണ്. എല്ലാ അർത്ഥത്തിലും പല റോളുകളും അവർ ഈ ജീവിതത്തിൽ ചെയ്തു തീർക്കുന്നവരാണ്. ഈ ഒരവസ്ഥയിൽ പല സാഹചര്യങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരും. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിടും. ഇത് സ്വാഭാവികമാണ്. ഇവിടെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക നമ്മൾ പിൻപറ്റുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലുടനീളം അതേത് മേഖലയിലാണെങ്കിലും ശരി, ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക നമ്മൾ പിൻപറ്റുന്നുവെങ്കിൽ നമുക്ക് സുന്ദരമായി നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യമായിരുന്നു, എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും വളരെ സൗമ്യമായ നിലയിൽ ആ പ്രതിസന്ധിയെ, ആ പ്രശ്നത്തെ തങ്ങൾ നേരിട്ടിരുന്നു എന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്നുണ്ട്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, മാ കാന റിഫ്ഖു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു വമാ നുസിഅ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു. ഏതൊരു വിഷയത്തിലും സൗമ്യത കൈമുതലാക്കിയാൽ, ഏത് വിഷയത്തിലും സൗമ്യതയുണ്ട് എങ്കിൽ ആ വിഷയത്തിൻ്റെ മാറ്റു കൂട്ടുന്നതാണ് സൗമ്യത. എന്നാൽ ഒരു കാര്യത്തിൽ നിന്ന് സൗമ്യത പുറത്തു പോയാൽ ആ കാര്യം വളരെ മോശമായി തീരുന്നതാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുടനീളം എന്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ടോ എല്ലാം വളരെ സൗമ്യമായ നിലയിൽ പരിഹരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ ഒരു ഗ്രാമീണനായ സഹാബി, സാധാരണ ഗ്രാമീണർ വലിയ സംസ്കാരമൊന്നും ഉണ്ടായിരിക്കില്ല, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കെ ദീനിൻ്റെ നസീഹത്ത് ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാൻ തോന്നി. അദ്ദേഹം എണ്ണീറ്റ് പള്ളിയുടെ ഒരു മൂലയിൽ പോയിരുന്ന് മൂത്രമൊഴിച്ചു തുടങ്ങുന്ന സമയത്ത് ബാക്കിയുണ്ടായിരുന്ന സഹാബാക്കൾ ശബ്ദിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ വിലക്കാൻ വേണ്ടി എഴുന്നേറ്റു. പിന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളടുത്തൊക്കെ നിശബ്ദമായിരിക്കാൻ പറഞ്ഞു. അവരെ എല്ലാം തടഞ്ഞു നബിതങ്ങൾ. അദ്ദേഹം മൂത്രമൊഴിച്ച് തീരുന്നത് വരെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും തന്നെ ചെയ്തില്ല, ഒന്നും പറഞ്ഞതുമില്ല. അതിനുശേഷം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഒരു തൊട്ടി വെള്ളമെടുത്ത് നിങ്ങൾ ആ മൂത്രമൊഴിച്ച്, പള്ളിയുടെ അകത്താണ്, ഇന്നത്തെ പോലെ അന്നത്തെ പള്ളി കുമ്മായം തേച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളൊന്നും ചെയ്തിട്ടില്ല, വെറും തറയാണ്. സാധാരണ തറയിൽ പനയുടെ തൂണുകളിൽ പനയോലകൾ കൊണ്ട് മേഞ്ഞ ഒരു പള്ളിയാണ് മസ്ജിദുൻ നബവി. അപ്പോൾ ഒരു തറയിൽ മൂത്രമൊഴിച്ചതാണ്. അപ്പോൾ സഹാബാക്കളോട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, കുറച്ച് വെള്ളമെടുത്ത് അവിടെ ഒഴിച്ചേക്കാൻ പറഞ്ഞു. എന്നിട്ട് സഹാബാക്കളെ നോക്കി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, നിങ്ങളെ അയച്ചത് ഇന്നമാ ബുഇസ്തും മുയസ്സിരീന, എളുപ്പം കാണിക്കാൻ വേണ്ടിയാണ്, എളുപ്പം കാണിക്കുന്നവരായിട്ടാണ് അയച്ചിരിക്കുന്നത്, അല്ലാതെ കടുപ്പം കാണിക്കുന്നവരായിട്ടല്ല. വലം തുബഅസു മുഅസ്സിരീൻ, കടുപ്പം കാണിക്കുന്നവരായിട്ടല്ല നിങ്ങളെ അയച്ചിരിക്കുന്നത്, അതുകൊണ്ട് എല്ലാത്തിലും സൗമ്യത നിങ്ങൾ കൈക്കൊള്ളണം എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബാക്കളോട് പറയുകയും ശേഷം ഈ ഗ്രാമീണനായ സഹാബിയെ വിളിച്ച് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട രീതിയിൽ ആ കാര്യം ബോധിപ്പിക്കുകയും ചെയ്തു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വളരെ പരുഷ സ്വഭാവികളായ വ്യക്തികൾ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് പല രീതിയിലും ബുദ്ധിമുട്ടാവുന്ന പല കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യമായ നിലയിൽ അതിനെ പരിഹരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരിക്കൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് തങ്ങൾക്ക് വന്ന ഗനീമത്തിൻ്റെ സ്വത്തുക്കൾ പല ആൾക്കാർക്കും വീതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഒരാൾ പുറകിൽ നിന്ന് വന്നിട്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷാളിൻ്റെ ഒരു മൂലയിൽ പിടിച്ചൊരൊറ്റ വലിച്ചു. ഇത് കാരണം ഷാളിൻ്റെ ഒരു ഭാഗം മുറുകി തങ്ങൾ സല്ലല്ലാഹു നല്ല മുറിയുന്നത് പോലെ തങ്ങളുടെ കഴുത്തിൽ ചുമന്ന വര വീണു. സഹാബാക്കൾക്ക് ഇത് കണ്ടിട്ട് സഹിച്ചില്ല. എല്ലാവർക്കും ദേഷ്യം വന്നു. പക്ഷേ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും സൗമ്യത കൈക്കൊള്ളാൻ പറഞ്ഞു. ഈ രീതിയിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 23 വർഷക്കാലം കൊണ്ട് ഒരു സമുദായത്തെ ഏറ്റവും ഉയർന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ട്, ലോകത്തിൽ ഇത്രയും ഉയർന്ന ഇത്രയും സംസ്കാരമുള്ള ഒരു സമുദായം വേറെ ഇല്ല, ലോകം ഭരിക്കാൻ യോഗ്യരായ ഒരു സമുദായമാക്കി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റിയിട്ടുണ്ട് എങ്കിൽ സൗമ്യത എത്രമാത്രമാണ് ഒരു കാര്യത്തിൻ്റെ മാറ്റു കൂട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞു വെച്ച കാര്യം, നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് പല റോളുകൾ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നിർവഹിച്ച് തീർക്കുന്നവരാണ്. ഒരു സ്ത്രീയാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും പല സന്ദർഭങ്ങളിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അവിടെ നമ്മളൊരു സൗമ്യത കൈക്കൊണ്ട് നോക്കുക. ഏതെങ്കിലും ഒരു കുടുംബത്തിലാണ് ചിലപ്പോൾ നമ്മുടെ ഷറൈന് തന്നെ, ദീനിന് തന്നെ വിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തികൾ നടക്കുന്നു അവിടെ, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഷറൈന് വിരുദ്ധമൊന്നുമല്ല, പക്ഷെ നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുന്ന ചില സ്വഭാവം, അത് ഒരിക്കലും ഗുണം ചെയ്യുന്നതല്ല. നമ്മൾ എല്ലാവരുടെയും അഭിമാനത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് 2 or 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആണെങ്കിലും അവൻ്റെ അഭിമാനവും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു വലിയ സ്റ്റേജിൽ അല്ലെങ്കിൽ വലിയ ഒരാൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല, ആ വ്യക്തിക്കും ഗുണമുണ്ടാകുന്നില്ല. മറിച്ച് അയാൾക്ക് നമ്മളോട് ദേഷ്യം കൂടുകയല്ലാതെ അതിനകത്ത് മറ്റൊരു ഗുണവും ഉണ്ടാകില്ല. മറിച്ച് എന്ത് ചെയ്യുക, ആ വ്യക്തിയെ നമ്മൾ രഹസ്യമായി വിളിച്ച് ഒറ്റയ്ക്ക് നമ്മൾ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ, വളരെ സൗമ്യമായ രീതിയിൽ നമ്മൾ അദ്ദേഹത്തിനോട് സംസാരിക്കുക. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ ആ ജീവിതത്തിൽ ചില സഹാബാക്കളിൽ നിന്ന് ചില വിഷയങ്ങൾ കാണാറുണ്ടായിരുന്നു. ഒരു കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു സഹാബി എന്തെങ്കിലും ഒരു തെറ്റ് കാണും. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്വീകരിച്ചിരുന്ന നിലപാട് മസ്ജിദ് നബവിയിൽ വന്നുകൊണ്ട് വ്യക്തിയെ പറയാതെ തന്നെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്ത് ചെയ്യും. മാ ബാലു അഖ്വാമിൻ, ചില ആൾക്കാർക്ക് എന്ത് പറ്റിപ്പോയി, ചില ആൾക്കാരിൽ നിന്ന് ഇങ്ങനെയുള്ള വീഴ്ചകൾ കാണുന്നുണ്ടല്ലോ എന്ന വ്യക്തികളെ പറയാതെ വളരെ സൗമ്യമായ നിലയിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവകളെ തിരുത്തി ആ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നല്ല ഒരു മാതൃക, ഏറ്റവും നല്ല മാതൃക നമുക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണുള്ളത്. നമ്മുടെ മക്കളുടെ വിഷയത്തിലാണെങ്കിൽ പോലും നമ്മുടെ താല്പര്യങ്ങളെന്നല്ല, ശറഅന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യം കണ്ടാൽ പോലും നമ്മൾ അവിടെ വെച്ച് പൊട്ടിത്തെറിച്ച് അവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താതെ മാന്യമായ നിലയിൽ അവനോട് നമ്മളത് സംസാരിക്കാൻ തയ്യാറാകണം. വളരെ മാന്യമായ നിലയിൽ ആ കാര്യം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. കുടുംബത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും സ്ത്രീകളുടെ വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ സ്ത്രീകൾ ഭർത്താക്കന്മാരോടാണെങ്കിലും എല്ലാ അർത്ഥത്തിലും സൗമ്യത കൈക്കൊണ്ട് കഴിഞ്ഞാൽ ആ കാര്യം വളരെ സുന്ദരമായി നമുക്കതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. പ്രബോധന രംഗത്ത് വളരെ ശോഭിച്ചു നിൽക്കുന്ന ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അൽ അരീഫി. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, ഇസ്തംതി ബി ഹയാത്തിക്, ജീവിതം ആസ്വദിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അതിൽ അദ്ദേഹം ഒരു അധ്യായത്തിൽ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കുടുംബത്തിൽ 1-2 പേര്, മക്കളും അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാരും എല്ലാവരുടെ ചേർന്ന് ഒരു യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ആ യാത്ര ചെയ്ത് പോകുന്ന സ്ഥലം അത്ര നല്ലതല്ല. അതായത് ദീനിന് വിരുദ്ധമായ പല കാര്യങ്ങളും നടക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ഒന്നും പോകുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ രക്ഷകർത്താവ് അദ്ദേഹത്തിന് 2 രീതിയിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, അഭിമുഖീകരിക്കാൻ പറ്റും ആ പ്രശ്നത്തെ. ഒന്നുകിൽ അവിടെ ചെന്ന് പൊട്ടിത്തെറിക്കുക, നിനക്കൊന്നും ഒരു അനുസരണയുമില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, എവിടെ പോകണമെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, പൊട്ടിത്തെറിക്കുക. ഇത് ഒരിക്കലും ആ കുട്ടികളിൽ ഗുണം ചെയ്യുകയില്ല. മാത്രമല്ല
ഇദ്ദേഹത്തെ ഒരു പരുഷ സ്വഭാവിയായി കാണുകയും അദ്ദേഹത്തിൻ്റെ മകനെ ചിലപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഈ സുഹൃത്തുക്കൾ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യും, ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. നിൻ്റെ ഉപ്പ ഭയങ്കര സ്ട്രോങ്ങാണ്, അതുകൊണ്ട് നീ വരണ്ട എന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കിയിട്ട് ഇവർ യാത്ര ചെയ്യാൻ കാരണമാകും. എന്നാൽ നേരെ തിരിച്ചാണ് അദ്ദേഹം ഇതിനെ സമീപിക്കുന്നത്. ആ കൂട്ടുകാരിൽ തന്നെ കാര്യഗൗരവമുള്ള ഒരു വ്യക്തിയെ, ഒരു പയ്യനെ വിളിച്ചു. മോനെ, നിനക്ക് ഈ വിഷയത്തിൽ നീ ഈ കൂട്ടത്തിൽ ഇച്ചിരി കാര്യഗൗരവമുള്ള ആളാണല്ലോ നീ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ കാര്യം പറയുന്നത്. ഇന്ന സ്ഥലത്ത് അത് നമുക്ക് പറ്റിയ സ്ഥലമല്ല, വേറൊരു സ്ഥലം നിങ്ങൾക്ക് തിരഞ്ഞെടുത്തൂടെ? വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്ഥലം വേറെ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പാപങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല, പാപങ്ങളെ ചെയ്യേണ്ടി വരില്ല, നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ സ്ഥലത്ത് പോയി സന്ദർശിച്ച് തിരിച്ചു വരാൻ പറ്റും എന്നൊരു പയ്യനെ വിളിച്ചു പറയുന്നു. അതിനുശേഷം മറ്റൊരു പയ്യനെ വിളിച്ചിട്ട് ഇത് ഇവനോട് പറഞ്ഞത് അറിയിക്കാതെ ഈ വിഷയം മറ്റവനോടും പറയുന്നു. ഇങ്ങനെ ഒരു 2-3 നമ്മൾ എന്ത് ചെയ്യുന്നു, 2-3 പേരോട്, നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കളായ 2-3 പേരോട് ഈ കാര്യം വളരെ സൗമ്യമായ നിലയിൽ അവതരിപ്പിച്ച് നോക്ക്. ഇവരെന്ത് ചെയ്യും? ഒരുമിച്ച് കൂടുമ്പോൾ ഇവരുടെ ഓരോരുത്തർക്കും മനസ്സിൽ ഈ അഭിപ്രായം ഉണ്ടാകും. അവരത് പോകുന്നതിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കും. ഇവിടെ സൗമ്യതയാണ് വിജയിക്കുന്നത്. പരുഷ സ്വഭാവം ഒരു സ്ഥലത്തും വിജയിക്കുകയില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ വരുന്നുണ്ട്, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ഖ. അള്ളാഹു സൗമ്യനാണ്, സൗമ്യതയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ പെട്ട ഒരു ഇസ്മാണ് റഫീഖ് എന്നത്. അതിൻ്റെ അർത്ഥം അള്ളാഹു സൗമ്യതയെ ഇഷ്ടപ്പെടുന്നു, സൗമ്യനാണ് അള്ളാഹു. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലും നമ്മൾ അതിനെ സൗമ്യമായി അഭിമുഖീകരിക്കുമ്പോൾ അതിന് നമുക്ക് എപ്പോഴും പോസിറ്റീവായ റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നാൽ സൗമ്യതയല്ല എങ്കിൽ, ഉനുഫ് അറബിയിൽ പറയുന്നത് കാടത്തരം, ഷിദ്ദത്ത് ഉനുഫ് എന്ന് പറയും, അത് ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യുകയില്ല. മാത്രമല്ല ജനങ്ങൾ നമ്മളിൽ നിന്ന് അകരാൻ കാരണമാകും. അത് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ശരി, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും ശരി, ചില കാര്യങ്ങൾ നമുക്ക് പിടിക്കാത്ത ചില കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ നമ്മൾ അറിയാതെ അകന്നു മാറും. നമ്മുടെ മക്കളുടെ വികാരങ്ങൾ മാനിക്കാതെ നമ്മൾ അവിടെ വെച്ചിട്ട് പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ 4 ആളുടെ മുന്നിൽ വെച്ച് നമ്മുടെ മക്കളോട് നമ്മൾ വളരെ പരുഷമായിട്ട് പെരുമാറുന്നു. ഇതെല്ലാം നമ്മുടെ മക്കൾ നമ്മളെ വെറുക്കാൻ കാരണമായി തീരും. നമ്മളെ വെറുത്തിട്ട് അടുത്തവരിലേക്ക് അവരെന്ത് ചെയ്യും? അടുത്തവരെ സ്നേഹിച്ചു തുടങ്ങും. എന്നാൽ ഏതൊരു സമയത്തും നമ്മൾ സൗമ്യത കൈമുതലാക്കുന്നുവോ തീർച്ചയായിട്ടും നമുക്കവിടെ വിജയിക്കാൻ കഴിയും. എല്ലാവരുടെ ഹൃദയം നമുക്ക് കീഴടക്കാൻ കഴിയും സൗമ്യതയുണ്ടെങ്കിൽ. സൗമ്യതയിലൂടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനും കഴിയും, ആരും നമ്മളെ വെറുക്കുകയുമില്ല. ഇതാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃക. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരരായ, ഒട്ടും ഒരു പ്രാകൃത സ്വഭാവമുണ്ടായിരുന്ന ഒരു സമുദായത്തെ ലോകം ഭരിക്കാൻ, ലോകത്തെ കീഴടക്കാൻ പക്വമാക്കിയ ഒരു സമൂഹമാക്കി മാറ്റിയത് തങ്ങളുടെ ഈ നിലപാട് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ സൗമ്യത മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.